സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഏറ്റവും നമുക്ക് ഇനി എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മളിത് വണ്ടിയുടെ അടുത്തേക്കാണ് പോണത്. വണ്ടി കാണിച്ചത് ഇവിടെ നമ്മൾ വണ്ടിയിട്ടാണ് ഇങ്ങനെ കേൾക്കാൻ മൊത്തം വണ്ടി എന്നുള്ളത് ഇറങ്ങണ്ട. വണ്ടികളെല്ലാം ഉണ്ട്. എല്ലാത്തിനും ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം, ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. സ്റ്റേറ്റ് അങ്ങോട്ടാണ് നല്ലതിൽ നമ്മൾ പോകാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ 1 by 1 ആയിട്ട് എല്ലാവരും റോഡിൽ നിർത്താണ്ട് പ്രത്യേകം വേണമെങ്കിൽ റോഡിൽ നിർത്തരുത്. കാരണം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ നേരെ യൂണിറ്റിലേക്ക് പോയി നേരെ അവിടെ പോകാൻ ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വരും. നമ്മളെല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും അവിടെ വരാം. പിന്നെ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് കേസ് വണ്ടി കാര്യങ്ങൾ. ബൈ. പോലീസുകാരെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം എന്താണ്? നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് നല്ല അടിപൊളി പ്ലേസിലേക്കാണ് അവർ കൊണ്ടുപോയത്. രാത്രി ഉണ്ടായിരുന്നു. യാത്ര നല്ല സൂപ്പർ യാത്രയായിരുന്നു. നമുക്ക് യാതൊരു വിഷയങ്ങളും ഉണ്ടായില്ല. ഇവിടെ കമ്മിറ്റിക്കാരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് അത് കൈകാര്യം ചെയ്തു. ഫുഡ് കാര്യങ്ങളെല്ലാം പെർഫെക്ഷനാണ്. ട്രാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രാക്ക് അടിപൊളി ട്രാക്കാണ്. നമ്മൾ ഭയങ്കര വൈബായിരുന്നു അവിടെ. ഇന്നത്തെ പരിപാടി എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് എങ്ങനത്താണെന്നുള്ളൊരു പ്രത്യേക എക്സൈറ്റ്മെന്റെല്ലാം നമ്മളിന്ന് തരണം ചെയ്യണം. പിന്നല്ല നമ്മളതൊക്കെ പൊളിക്കൂലേ, നമ്മൾ അടിച്ച് കേറി വരൂലേ. പിന്നല്ല വണ്ടികളെല്ലാം സ്റ്റാർട്ടായിരിക്കുകയാണ്. ചില ഫൈനൽ ടച്ച് മിനിക്കോണികളൊക്കെ അത് ഇട്ടുകൊണ്ടിരിക്കണം. പറ്റിക്കണം. ഡേ 2 റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമ്മൾ നേരെ MMJ എസ്റ്റേറ്റിലേക്ക് വച്ചു പിടിച്ചു. ഇന്ന് നമുക്കുള്ള പുതിയ ട്രാക്കുകൾ കണ്ടുപിടിക്കാനും പുതിയ ട്രാക്കുകളിലേക്ക് ഇറക്കി വണ്ടി അടിച്ച് പൊളിക്കാനുള്ള ഒരു മൈൻഡിലാണ്. ഫുൾ എക്സൈറ്റഡ് ആണ്, ഫുൾ ഓണാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തെ എക്സൈറ്റ്മെന്റിലേക്ക് നമ്മൾ കിടക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ട്രാക്ക് 11 മണിയുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ട്രാക്ക് ഇപ്പോൾ കാണിച്ചു തരാം. വണ്ടിയൊക്കെ ലൈനപ്പ് ആയിട്ടുണ്ടല്ലേ. മൊത്തം കല്ലും കുഴിയും. ഒറ്റക്കൊള്ളാ ഫ്രണ്ട് പോയാ ഓക്കെ. ഇവിടെ വേടാ.
ഇന്ന് ശരിക്കും ട്രാക്കല്ല, ഒരു ഓഫ് റണ്ണാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വണ്ടി ഓടിച്ച് പോവാം. ആക്ച്വലി ഒരു പ്രീവിയസ് ട്രാക്ക് ഉണ്ട്, മഹീന്ദ്രയുടെ ബൊലേറോ മീറ്റപ്പിൽ വെച്ചിരുന്ന ട്രാക്കാണ്. ആക്ച്വലി ഒബ്സ്റ്റക്കിൾ അല്ല, ഒരു ചെറിയൊരു റിവർ ക്രോസ് ആണ്. റിവർ അല്ല, ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ആണ്. പക്ഷെ ഭയങ്കര സ്ലഷാണ്. സ്ലഷിൽ ബൊലേറോ കയറിപ്പോയി. പക്ഷെ നമ്മുടെ സ്കോർപ്പിയോ വന്നത് അവിടെ സ്റ്റക്കായിപ്പോയി. സ്കോർപ്പിയോനെ തള്ളി കയറ്റി വിട്ട് തൊട്ട് പുറകെ ഓരോരോ വണ്ടികളും വന്നുകൊണ്ടിരുന്നു. ബാക്കി നിങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 10-35 വണ്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10-12 വണ്ടി നൈസായിട്ട് കയറിപ്പോയി. പിന്നീട് അങ്ങോട്ട് ട്രാക്കിൻ്റെ അവസ്ഥ പരിതാപകരമായി. അറ്റ ശോകം എന്ന് പറഞ്ഞാൽ അറ്റ ശോകമായി. ഓരോ വണ്ടി മാറി മാറി വന്നാൽ കുഴിയിൽ വീണു. എല്ലാ വണ്ടിയും റിക്കവർ ചെയ്യാനായിട്ട് വേറൊരു വണ്ടി വേണ്ടത് മുമ്പിലിട്ട് ഓരോ വണ്ടിയും റിക്കവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കഥ അവിടെ കൊണ്ടൊന്നും തീർന്നില്ലടാ. ഏറ്റവും വലിയ പണി വരാനിരിക്കേണ്ടതാണ്. അടുത്ത നമ്മൾ പോകേണ്ട വഴിയാന്ന് പറയൂ. ഇത് ഇങ്ങനെ ചെന്ന് ആ പാറയുടെ മേലെ കൂടി കയറി അങ്ങനെ മുകളിലേക്ക് വേണം. കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണെന്നുള്ളത് എന്നും നമുക്ക് ഒരു പുതിയ കാര്യത്തിലേക്ക് പഠിക്കുകയും പുതിയ കാര്യങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന ഒരു ഹാപ്പി മൊമെൻ്റാണ്. ഇന്ന് ഞാൻ മൊത്തം ഓവർലാൻഡേഴ്സിലൂടെയാണ്, ടീം ഓവർലാൻഡേഴ്സ്. അവിടെ കുറേ സ്ട്രെസ്സും ഫിയറും എല്ലാം ഈ ഒരു ഇതിലൂടെ മാറും. ആൾക്കാർ വിചാരിക്കും വണ്ടി ഓടിച്ചിങ്ങനെ കഴപ്പാണ് സെൽഫി തീരാനാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഇതിനകത്ത് കിട്ടണ ഒരു ഹാപ്പി ഹോർമോണും മദ്യത്തിനും മയക്കുമരുന്നൊന്നും കിട്ടാത്ത ഒരു ഹാപ്പി ഹോർമോൺ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഒബ്സ്റ്റക്കിളിനെ എങ്ങനെ ഫിയർ ഇല്ലാതെ നേരിടാം, ആ സാധനവും ഇവിടെ ക്ലിയർ ആയിട്ട്. കഷ്ടപ്പാട് ഇത് കാണിച്ച ക്യൂ നിൽക്കണ്ട. വണ്ടി